നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു ഗോഡ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. പാർട്ട് 2. പാർട്ട് 1 ക്രിസ്തു നമ്മുടെ റിഡംഷനായി, അതായത് നമ്മുടെ വീണ്ടെടുത്ത് ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് തന്ന് നമുക്ക് പുതിയ ഹൃദയം, പുതിയ ആത്മാവിനെ തന്നിരിക്കുകയാണ്. പിതാവിൻ്റെ മുമ്പിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കാനുള്ള കഴിവ് കിട്ടുകയാണ്. അപ്പം വിശ്വാസം വർദ്ധിക്കുകയാണ്. അത് ഫെയ്ത്ത് ക്ലൈംസ് ലൈക്ക് എ മൗണ്ടൻ ഗോട്ട്. ഈ മലയുടെ മുകളിലോട്ട് കയറുന്ന ആടുകളെ കണ്ടിട്ടുണ്ടോ? ചെമ്മരി ആടുകൾ. അതിൻ്റെ ഹുഡെന്ന് അതിൻ്റെ കാലിൻ്റെ അടിവശം ഒരു ചെറിയ ഭാഗമേ ഉള്ളൂ. അതിനധികം സ്ഥലം വേണ്ട. അത് ചവിട്ടി അത് മലയുടെ മുകളിലോട്ട് കയറുന്ന കണ്ടാൽ നമ്മൾ അതിശയിച്ചു, എങ്ങനെ അതിൻ്റെ മുകളിൽ നിൽക്കുന്നതെന്ന്. ഈ പർവ്വതത്തിൻ്റെയൊക്കെ മുകളിലുള്ള ഉപ്പുകൾ തിന്നാൻ അത് പോകുന്നതെന്ന് പറയുന്നു. പക്ഷേ അമ്മ ആട് തൊട്ട് ചെറിയ ആട് തൊട്ട് എല്ലാം ഇങ്ങനെ ഈ വലിയ പാറയുടെ വക്കത്ത്, ഒടുന്തൂണായിട്ടുള്ള പാറയുടെ വക്കത്ത് ഇങ്ങനെ ഇവന്മാർ നിൽക്കുന്നതാണോ നമുക്ക് പേടിയാവും. ഞാൻ ആദ്യം കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ഭയം തോന്നി. ഇതെങ്ങനെ വീണാൽ ചത്തത് തന്നെ. പക്ഷെ അവർ വീഴത്തില്ല. അവരങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. പ്രാക്ടീസ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ. ചെറിയ കാലുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഇച്ചിരി സ്ഥലം മതി. നമുക്കൊന്നും കൊടുക്കാറ്. അതുകൊണ്ടാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. വി ആർ ലൈക്ക് മൗണ്ടൻ ഗോട്ട്. മറ്റുള്ളവർ നോക്കുമ്പം കയറാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കയറുകയാണ്. അപ്പം ദൈവം പലപ്പോഴും എന്നോട് പറയാറുള്ള ഒരു വാക്യമാണ്, പ്രശ്നം ഒത്തിരി വരുമ്പോൾ ദൈവത്തോട് ഇരിക്കുക. എന്തിനാ ഒത്തിരി വചനം പറയുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് വരുമല്ലോ. തീയില്ല എന്ന് നമ്മൾ പറയത്തുമില്ല. ഞാൻ ചോദിക്കും, എന്തിനാ ഒത്തിരി ഇങ്ങനെ ടെസ്റ്റിങ് വരുമ്പോൾ കർത്താവ് പറയും, നീ ജയിക്കുമെന്ന് എനിക്കറിയാം, കാരണം നിനക്ക് വിശ്വാസമുണ്ട്, വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെന്ന്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ കഴിവെന്നോ പ്രാഗൽഭ്യമെന്നോ നീ എപ്പോഴും പ്രാർത്ഥിക്കും ഒന്നും പറഞ്ഞില്ല. നീ വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തിയായതിനാൽ നീ ജയിക്കും. അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. അത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്. അവൻ വിശ്വസിച്ചു, അത് നീതിയായിട്ട് കണക്കിട്ടു. അത് വേറൊരു തരത്തിൽ പറഞ്ഞതേ ഉള്ളൂ, മർമ്മം ഒന്ന് തന്നെ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് ഞാൻ വിലപ്പെട്ടതാണ്. അപ്പം വിശ്വാസം ഉണ്ടെങ്കിൽ ഫെയ്ത്ത് വിൽ ലീഡ് യു ടു വെയർ റീസൺ കനോട്ട്. എൻ്റെ മനസ്സുകൊണ്ട് ചെന്നെത്താൻ വയ്യാത്ത സ്ഥലങ്ങളിൽ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ കയറിപ്പോവും. അതാണ് മൗണ്ടൻ കോട്ട് കയറുന്ന കണ്ടാൽ നമുക്ക് പേടിയാകും. നമ്മളിങ്ങനെ എപ്പോഴേക്കും ഒന്നും വീഴുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ അവർക്കൊരു പേടിയില്ല. അവർ കയറി അങ്ങ് പോകുന്നതാണ്. അവർ എന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞും എല്ലാം ഇറങ്ങി വരുന്നതും കാണാം. അവർക്കൊരു നിരന്തരം ഇത് ചെയ്ത് പരിചയമുണ്ട്. നമ്മളിതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിൽ മാനുഷിക ബുദ്ധിക്കെതിരായിട്ട് ദൈവബുദ്ധിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ദൈവ വിവേചനത്തിന് അനുകൂലം നടന്ന് പോകുന്നവർക്ക് പിന്നെ ലോകം എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കത്തില്ല അധികം. അതവരവർ പറഞ്ഞോട്ടെ, നമ്മൾ കയറി നമ്മൾ മുൻപോട്ടങ്ങ് പോവുക. നമ്മുടെ മുൻപോട്ടുള്ള യാത്രയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുൻപോട്ടുള്ള യാത്രയാണ്. പിന്നെ ഒരിക്കലും പുറകോട്ട് നോക്കുന്നില്ല. കലപ്പയ്ക്ക് കാല് വെച്ച് പുറകോട്ട് നോക്കത്തില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രാഗൽഭ്യമാണ്. ഐ ആം വാട്ട് ഐ സേ ഐ ആം. എന്നുള്ള ഒരു വേർഡ് പുത്രനാം ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഐ ആം ഹൂ ഐ ആം ദ വാട്ടർ, ഐ ആം ദ ലിവിങ് ലൈറ്റ്, ഐ ആം ദി ആൽഫ ആൻഡ് ദി ഒമേഗ. അപ്പോൾ പിതാവും പുത്രനും എപ്പോഴും ഉപയോഗിക്കുന്ന ഐ ആം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് പറയുന്നു, ഐ ആം വാട്ട് ഹീ സേസ് ഐ ആം. ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നോ അതാണ് ഞാൻ പറയുന്നത് കൊണ്ട് ഗുണമില്ല. ഞാൻ മനുഷ്യൻ തെറ്റിപ്പോയി, പാപത്തിനടിമയെ. അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാം ഡിസ്റ്റോർട്ടഡാണ്. അതിന് സത്യം കുറവാണ്. അതിന് പകരം ദൈവം എന്നെക്കുറിച്ച് എന്തു പറയുന്നു അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം എന്തെന്നെക്കുറിച്ച് പറയുന്നു, ദൈവത്തിൻ്റെ മകളാണ് ഞാൻ, എത്ര കടുംപാവമാണെങ്കിലും നീ എൻ്റെ ഇരിക്കുക, ഞാൻ സൗഖ്യമാകാം. ഇത് ദൈവം പറയുന്നത്. ഐ ആം വാട്ട് ഹീ സേസ് ഐ ആം. ഹീ ഈസ് ഇൻ മീ. എന്നിൽ അവൻ ഉണ്ട്. ഐ ക്യാൻ ഡു വാട്ട് ഹീ ക്യാൻ ഡു. ദൈവം ചെയ്യുന്നത് എനിക്കും ചെയ്യാൻ സാധിക്കും. ഞാനും അവനും പാർട്ട്നേഴ്സാണ്. നമ്മൾ തമ്മിൽ ഒന്നിച്ചാണ്. വി ആർ ഇൻ ദ ഇന്നർ സർക്കിൾ. ദൈവവും ഞാനുമായിട്ട് അകത്തെ സർക്കിളിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ഈ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്തെല്ലാം പ്രശ്നം വരുന്നോ ഇല്ലയോ എന്നൊന്നും അല്ല, ഞാൻ ആരുടെ അടുത്തിരിക്കുന്നു. ഈ ചെറിയ മുട്ടാടുകൾ മലയുടെ മുകളിലോട്ട് ഇവരുടെ ഈ ചെറിയ കാലും വെച്ച് കയറി ആ ഹുഡ് വെച്ച് കയറുന്നത് പോലെ നമ്മൾ ആത്മാവിലാണെങ്കിൽ ഏത് മലയും കയറും. മറ്റുള്ളവർ നോക്കുമ്പോൾ ഇമ്പോസിബിളാണ്. അതുകൊണ്ട് നമുക്ക് റീസണിങ് അല്ല, വിശ്വാസം എന്ന് പറയുന്നത് ദൈവമായിട്ട് തരുന്നത്. അതുകൊണ്ട് ഈ പഴയ തുണി ധരിക്കുന്നതൊക്കെ എടുത്ത് കളാം. എന്നിട്ട് നമ്മൾ ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മളെ തന്നെ കാണുക. എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ കട്ടിയുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക. ബ്രേക്ക് ദോസ് മെൻ്റൽ ചെയിൻ. മനസ്സിനാണ് ചെയിൻ കിടക്കുന്നത്. മനുഷ്യന് ചെയിനുകൾ ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ മകന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയും നന്മയുള്ളൊരു മകനാണ്. പക്ഷേ പല ചെയിനുകൾ കയ്യിലും കാലയിലും ഒക്കെ കാണുമ്പോൾ ഞാൻ പറയും, അഴിഞ്ഞു പോകാൻ സമയമായില്ല, മാറി
മാറിപ്പോട്ടെ, വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവ വെള്ളത്തിനകത്ത് മുക്കിപ്പൊക്കുക. വചനം നമ്മൾ ഇന്നലെ കത്തിയതുകൊണ്ട് പ്രയോജനമല്ല, ഇന്ന് കത്തിക്കുക. വചനം അയക്കുക തന്നെയല്ല, വചനം അകത്ത് ചെന്നിട്ട് ക്രിയ ചെയ്തിട്ട് തിരിച്ചു വരണം. നമ്മളൊരു ഓർഡർ അയക്കുകയാണ്, ഈ വചനം ചെന്നുകൊണ്ടിട്ട് പ്രവർത്തിക്കണം. അപ്പം ഈ നാച്ചുറൽ മൈൻഡ് പറയും, ഓ കളഞ്ഞേര്, ഇനിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഗിവപ്പ് ചെയ്തേര്, ഇതൊക്കെയാണ് ജീവിതമെന്ന്. പക്ഷേ ഉടനെ പരിശുദ്ധാത്മാവ് പറയും, ഇത് അസാധ്യമെന്ന് തോന്നിക്കുന്നിടത്തല്ലേ നീ എന്നെ വിളിക്കേണ്ടത്. സി ദാറ്റ് നീഡ്സ് ഹ്യൂമിലിറ്റി ആൻഡ് റെവലേഷൻ. വെളിപ്പാട് കിട്ടണം. അതെൻ്റെ ബുദ്ധിക്കല്ല, അതാണ് ബുദ്ധിക്ക് അതീതമായിട്ടുള്ള കാര്യം ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി തരുമ്പം. ഈ അബ്രഹാമിൻ്റെ കഥ അതാണല്ലോ, 75 വയസ്സിലൊരു കുഞ്ഞുണ്ടാകുന്നത് ബുദ്ധിക്ക് അതീതം ആ പ്രായത്തിലുണ്ടാകുന്നത്. അപ്പോൾ ഒരു വലിയ വിദഗ്ധൻ പറഞ്ഞ് ഞാൻ കേട്ടു, ഒരു വിശ്വാസിയാണ്, അദ്ദേഹം പറഞ്ഞു, അബ്രഹാമിന് രണ്ടാമത് 75-ാം വയസ്സിൽ അബ്രഹാമിന് സന്തതി ഉണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ യുവത്വം തിരിച്ചു കൊടുത്തു എന്ന്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ടാണ് അബ്രഹാമിന് സാറാ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കത്തൂറ എന്ന് പറഞ്ഞ സ്ത്രീയെ വിളിച്ചു ജാതികളുടെ അനേക മക്കളെ ഉണ്ടാക്കുന്നത്. പിന്നെ കാരണം ആ ചെറുപ്പത്തിൻ്റെ ശക്തി ദൈവം തിരിച്ചു കൊടുത്തെന്ന്. അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് സംതിങ് വിച്ച് ഇസ് ബിയോണ്ട് അവർ എബിലിറ്റി. നമ്മൾ സീസൺസും കാലങ്ങളും ഒക്കെ അറിയാം. ഓൾ തിങ്സ് ആർ പോസിബിൾ വിത്ത് ഗോഡ്. ഗ്രേറ്റർ ഈസ് ഹി ദാറ്റ് ഇൻ മീ ഹൂ ദാറ്റ് ഈസ് ഇൻ. ഈ പുറത്തുള്ളവനെക്കാട്ടിൽ വലിയവനാണ് എന്നെ. ഹീ ഈസ് ഗ്രേറ്റർ ഇൻ മീ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വി നീഡ് വിസ്ഡം ബിയോണ്ട് നാച്ചുറൽ എബിലിറ്റി. എൻ്റെ സ്വന്തം കഴിവിനെക്കാട്ടിൽ ഉപരിയായിട്ട് പറയാൻ പഠിക്കണം. അപ്പം നമുക്ക് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ പറയണം, എൻ്റെ ജ്ഞാനം ക്രിസ്തുവാണ്, ഈ ദൈവം എന്ത് ചെയ്യുന്നു അതെനിക്കും ചെയ്യാം. അതിന് പകരം വിഷമിച്ച് വെപ്രാളപ്പെടുന്നതിന് പകരം ഞാൻ യേശുവിൻ്റെ കാൽപ്പാത്തി വിഷയം കൊണ്ടുവെക്കുകയാണ്. അതിന് ക്രിസ്തുവിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും എനിക്ക് വരണം. എനിക്കൊരു ക്ലിയർ ഡിറക്ഷൻ എനിക്കിതിൽ ആവശ്യമുണ്ട്. നീ എൻ്റെ ജ്ഞാനവും പരിജ്ഞാനവുമായി മാറണം. അപ്പം സ്വന്തം റീസണിങ്ങളിൽ, അതുകൊണ്ടാണ് ട്രസ്റ്റിൻ്റെ, അത് പ്രോവേഴ്സ് 3:6-7 പറയുന്നത്, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ ഉണ്ട്. നിൻ്റെ സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം. എന്തൊരു കോറിലേറ്റഡ് ഈ വചനങ്ങൾ അങ്ങോട്ട്. വചനം ഇങ്ങനെ പുതപ്പ് പോലെ വന്ന് വീഴുകയാണ് നമ്മുടെ അവിശ്വാസത്തെ മാറ്റാൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു 100 നിൽപ്പുണ്ട്. അതൊക്കെ ഉന്നത പദവിയാണ്. ഈ സ്ട്രഗിളില്ലാതെ ചുമ്മാതെ ഈ മലരെയും കണ്ടിട്ടുണ്ട്, ഒന്നും നേടത്തില്ല, ചുമ്മാതെ ഇങ്ങനെ രൂപമായിട്ട് അവിടെയല്ല ഇവിടെ. എനിക്കങ്ങനെ കാണുമ്പോഴേ എനിക്ക് പ്രയാസം. അങ്ങനെയുള്ളവർ പുരുഷന്മാർ പുരുഷത്വം കാണിക്കാനായിരിക്കണം സ്ത്രീകൾ. അങ്ങനെ എനിക്ക് പല കൂട്ടുകാരുണ്ട് ഈ ദൈവീക ജ്ഞാനത്തിൽ വിളങ്ങുന്നവർ. അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷം. ഞാനിപ്പോൾ സ്റ്റേജിൽ പോയി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുള്ള കൂട്ടുകാരെ എനിക്ക് കാണാൻ സാധിക്കും. എന്തൊരു സന്തോഷമാണ്. എല്ലാം മറന്നിട്ട് ദൈവത്തിൽ ആത്മാവിലാകുക. അതൊരു ഭാഗ്യ പദവിയാണ്. കെട്ടുകളില്ല, ബന്ധനങ്ങളില്ല. നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹം ഒന്ന് മാത്രം, ദൈവസ്നേഹം. അത് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ചിലയിടത്ത് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ വളരെ കുറവാണ്. ഇത് വർഷങ്ങളായിട്ട് ജീവിതത്തിൽ കിട്ടിയ കൂട്ടുകാരെ ദൈവം വീണ്ടും യോജിപ്പിക്കും. നമ്മൾ ജീസസ് ഈസ് മൈ ലൈഫ്, ഹിസ് ലൈഫ് ഈസ് ഇറ്റേർണൽ, ദെൻ ഹിസ് ലൈഫ് ഈസ് അവൈലബിൾ ടു മീ ഓൾസോ. ആ ഇറ്റേർണൽ ലൈഫിൻ്റെ ഉടമസ്ഥൻ യേശുവാണ്. ആ യേശു ഉണ്ടെങ്കിൽ എനിക്ക് ഇറ്റേർണൽ ലൈഫ് കിട്ടിയെന്ന്. അപ്പം ഈ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരണം. ഇത് ഒരിക്കലും ഉണങ്ങിപ്പോകുന്നതല്ല. അപ്പോൾ ജീസസ് ഈസ് ദ വിസ്ഡം ആൻഡ് ദ സാങ്ക്ടിഫിക്കേഷൻ. അതായത് ക്രിസ്തുവാകുന്ന ഉറവയിൽ നിന്നും വെള്ളം കുടിക്കുന്ന വ്യക്തിയാണ്. അതാണ് ജെറമ്യായിൽ പറയുന്നുണ്ട്, 2 പാപം നീ ചെയ്തിരിക്കുന്നു. ഒന്ന്, സത്യദൈവത്തിൽ നിന്ന് മാറിപ്പോട്ടെ സത്യദൈവത്തിൽ നിന്ന് നീ മാറിപ്പോയി. 2, നീ വെള്ളമില്ലാത്ത കിണർ കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര പേരുണ്ട് എന്നെ കേൾക്കുന്ന? എത്ര പേരുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ പ്രവൃത്തി ചെയ്യുന്നില്ല? ഞാൻ പറയും, എന്തിനായി കിടന്ന് അധ്വാനിക്കുന്നു? ഒത്തിരി അധ്വാനിക്കുന്നവർക്ക് അവർക്കൊരു ഗമ പറയാൻ, ഞാൻ പ്രവർത്തിച്ചു, ഞാൻ ചെയ്തു. ദൈവം പറയുന്നത്, എൻ്റെ മോനെ, നീ എൻ്റെ അടുക്കെ കൊണ്ടുവന്ന് ഞാൻ നിനക്ക് വേണ്ടി വഴിയൊരുപ്പം, ഞാൻ നിന്നെ പൊക്കിയെടുത്ത് അവിടെ ഇരുത്തത്തില്ല. അതൊന്നും ആർക്കും കേൾക്കാൻ സമയമില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ഗ്രേറ്റർ നമ്മളിലുള്ള ആ വിശ്വാസത്തെ സ്റ്റോപ്പ് ട്രൈങ് ബട്ട് ട്രസ്റ്റിങ്. അത് നമ്മൾ ഈ പ്രയത്നിക്കുന്നതിന് പകരം ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കണം. എങ്ങനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്? ഈ നടക്കത്തില്ല എന്ന് പറയുന്നത് എഴുതി വെച്ചിട്ട് അത് നടക്കുമെന്ന് പറയാൻ തുടങ്ങും. അപ്പോൾ അതിന് വേണ്ട, ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അനുഭവത്തിൽ
ചില കാര്യങ്ങൾ എനിക്ക് ഉപദേശം എങ്ങനെ കറക്റ്റ് വേണം. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ എനിക്ക് സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സിനെ വേണം. ഈ ഒരു വിഷയത്തിൽ ഇതെങ്ങനെ നീക്കാമെന്ന് കഴിവുള്ളവരെ എനിക്ക് തരും. പറഞ്ഞു വിതിൻ 1 or 2 weeks അങ്ങനെയുള്ളവരെ എന്നെ ദൈവം കാണിച്ചു. ഇതുവരെ പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥനയാണ്. അത് നമ്മൾ ചുമ്മാ ഒരു ഉഴപ്പം പ്രാർത്ഥനയല്ലേ. ക്ലിയർ ഡിറക്ഷന് വേണ്ടി നമ്മൾ ക്ലിയറായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഉത്തരം ദൈവം തരും. അതുകൊണ്ട് നമ്മൾ പാപത്തിൻ്റെ ബോധത്തിൽ നിന്ന് മാറിയിട്ട് പുത്രത്വത്തിൻ്റെ അവകാശത്തിൽ നിന്ന് അപ്പോൾ എനിക്കിത് ആവശ്യമുണ്ട് എന്ന് പറയുമ്പം നമ്മുടെ വിശ്വാസത്തെയാണ് വർദ്ധിപ്പിക്കുന്നത്. ലുക്ക് അറ്റ് വാട്ട് ദ വേർഡ് സേസ്. ഏതൊരു പ്രശ്നം എഴുതി വെച്ചിട്ട് നമ്മൾ അതിന് ചേരുന്ന വചനം അതിൻ്റെ വലതുഭാഗത്ത് എഴുതി വെക്കണം. മക്കളുണ്ടാകുന്നു. ഈ ദേശത്ത് മച്ചികൾ ഉണ്ടാകത്തില്ല വചനമാണ്. നിൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. യെശയ്യാ 59 പറയുന്നുണ്ട്, നിൻ്റെ സന്തതിയുടെ മേലും സന്തതിയുടെ സന്തതിയുടെ മേലും. അപ്പം നമുക്ക് 3 തലമുറ കാണാൻ സാധിക്കും. ദീസ് ആർ ഓൾ വേർഡ്സ് വിച്ച് ബ്രിങ് ലൈറ്റ് ഇൻ ടു ദ ഇന്നർ സ്പിരിറ്റ്. വചനം കൊണ്ട് തീയെത്തിക്കണം. അപ്പം ദൈവം പറയുന്നത് ദൈവമാണ് എൻ്റെ വിസ്ഡം. ഈ യാക്കോബിൻ്റെ 1:5 പറയുന്നത്, ബുദ്ധി ജ്ഞാനം ഇല്ലാത്തതിന് എന്നോട് ചോദിക്കുക ധാരാളമായിട്ട് ഞാൻ തരാമെന്ന് പറയുന്നു. അതുകൊണ്ട് പ്രയർ ഈസ് എ വിസിറ്റ് വിത്ത് അവർ ഫാദർ. യു ആർ എ റോയൽറ്റി ആൻഡ് യു ആർ ഹിസ് ചൈൽഡ്, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പനെ കാണാൻ പോകുന്ന ഒരു സംഭവമാണെന്ന്. റോയൽറ്റി ഒരിക്കലും ഭിക്ഷയാദിക്കില്ല. രാജാവ് ഒരിക്കലും ഭിക്ഷയാദിക്കില്ല. രാജാവ് ഓർഡർ പാസ്സാക്കുക. റോയൽറ്റി ഗോസ് to the inner circle. It should be a spiritual partnership with the living God. Praying is sharing. ഇങ്ങോട്ട് ഷെയർ ചെയ്യാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കും. ഞാൻ പറയത്തില്ല, ഈ അടുത്തിടെ ദൈവത്തിൽ അതാവേ അതെന്ത് പറ്റിയത്, അങ്ങനെ എന്താ സംഭവിച്ചത് ചോദിക്കും. അപ്പോൾ ഒന്നും യേശു ഉത്തരം പറയത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഐ കുഡ് കൺവേ ഇറ്റ് ടു ഹിം. എന്താണ് ആ സംഭവം അങ്ങനെ സംഭവിച്ചത്. ഉടനെ ഉത്തരം തന്നില്ലെങ്കിലും വേറെ 2-3 ദിവസം കഴിയുമ്പോൾ അതിന് ഒറ്റ ഉത്തരം എനിക്ക് ദൈവം തരികയും ചെയ്യും. അപ്പോൾ ചോദിക്കുക, വി ബിക്കം ഫ്രണ്ട് വിത്ത് ദ ലിവിങ് ഗോഡ്. കൂട്ടുകാരനെ പോലെ. അതാണ് ഉത്തമഗീതത്തിൽ നീ എൻ്റെ പ്രാണസഖി എന്ന് പറയുന്നത്. അവൻ എന്നെ വീഞ്ഞശാലയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു ദ ലിവിങ് ഗോഡ്. പ്രാർത്ഥിക്കാൻ നമുക്ക് ദൈവം ബലം തരികയാണ്. ഈ വിശ്വാസത്തിൻ്റെ ശക്തി കൂടുമ്പോഴുണ്ടല്ലോ, പ്രാർത്ഥനയുണ്ടല്ലോ, മനോഹരമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചില വ്യക്തികൾക്ക് ഞാൻ പറയുന്ന അച്ചട്ടായിട്ട് വിശ്വസിക്കുന്ന ഒരു നേരമാണ്. അവരങ്ങ് ആൻറ്റി പറഞ്ഞോ നടന്നിരിക്കും, അങ്ങനെ അവർ പറയും എന്നോട്. അവരോട് ഞാൻ ഞാൻ പലപ്പോഴും ആത്മാവിലായിരിക്കണം പറയുന്നത്, അത് നടന്ന് കാണുന്നത് ഞാൻ പിന്നെ പറയും ഇവർ അക്കൊച്ചത് നേടിയെടുത്തല്ലോ. ഞാൻ എപ്പോഴും പറയും അവരുടെ ആ വിശ്വാസം എൻ്റെ നാവുകൊണ്ടൊന്ന് പറയിപ്പിക്കുന്നിടം വരെ അത് ഇരിക്കും. അപ്പോൾ എനിക്ക് ആത്മാവ് പറയും ആ കൊച്ചിൻ്റെ പേര് പറയാൻ എന്നോട് പറയും. അപ്പോൾ ഞാനത് വിളിച്ചും പറയും. അത് അച്ചട്ടായിട്ട് നടക്കും. പക്ഷേ എൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എനിക്ക് സംശയം വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ്. ബിക്കോസ് എൻ്റെ റീസണിങ് ഇമോഷനിലേ വരുന്നു. വേറൊരാളുടെ കാര്യത്തിൽ ഇമോഷനല്ല, വചനം മാത്രം. പക്ഷെ നമ്മളും ഇമ്പ്രൂവ് ചെയ്യുകയാണ്, ദിനം പ്രതി ഇമ്പ്രൂവ് ചെയ്യുകയാണ്. അനേക മക്കൾക്ക് ഇതൊരു വലിയ ബലമായിട്ട് മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അസാധ്യമെന്നൊരു കാര്യം നിൻ്റെ ബുക്കിലില്ല. പിന്നെ ഞങ്ങളെന്തിനാ അസാധ്യമാണെന്നോ, അയ്യോ ഇത് നടക്കത്തില്ലേ, ഇത് പ്രശ്നമാണ്, ഇത് അയ്യോ എനിക്ക് വഹിക്കാൻ വയ്യാണ്, അയ്യോ എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ കരയുന്ന ഈ അവതാ പറയുന്നത് നിന്നെ യഥാർത്ഥമായിട്ട് അറിയാത്തത് കൊണ്ട് അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഒരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്നത് എൻ്റെ പൊന്നപ്പച്ചൻ ഒരു നിമിഷം കൊണ്ട് ചെയ്തു തരും. ആ കാത്തിരിപ്പിൻ്റെ സമയം കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് എൻ്റെ കേസ് കോടതിയിൽ എടുക്കുന്നത്. എന്നും റോൾ കോളുണ്ട്, എല്ലാ ദിവസവും റോൾ കോളുണ്ട്. ഞങ്ങൾ കോടതിയിൽ പോകുമ്പോൾ വക്കീലന്മാർ 10 മണിയാകുമ്പം കോർട്ടിൽ ചെന്നിരിക്കും. കർത്താവ് അവർ അന്നത്തെ കേസുകളെല്ലാം വിളിച്ചു കൂട്ടും. പക്ഷെ അതിനെല്ലാം വിളിക്കുന്നെങ്കിൽ ആ കേസുകളെല്ലാം അന്ന് എടുക്കത്തില്ല. ആ റോൾ കോളിന് എല്ലാവരെയും കണ്ടു കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസത്തേക്ക് 2-3 കേസ് എടുത്ത് മാറ്റി വെക്കും. എപ്പോഴാണ് എൻ്റെ കേസ് എടുത്ത് മാറ്റി വെക്കുന്നതെന്ന് നിനക്കേ അറിയത്തുള്ളൂ. എൻ്റെ കേസ് വിളിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരിക്കണം. എൻ്റെ കാര്യം ഏറ്റെടുക്കുമ്പോൾ നീ അവിടെ ഉണ്ടായിരിക്കണം. എൻ്റെ കാര്യം ഏറ്റെടുക്കുമ്പം ദൈവം തമ്പുരാൻ പിതാവാം ദൈവം ജഡ്ജായിട്ട്, യേശു ക്രിസ്തു വക്കീലായിട്ട്, ഇങ്ങപ്പുറത്ത് പരിശുദ്ധാത്മാവ് സാക്ഷിയായിട്ട് നിൽക്കണം. നമ്മൾ കോടതിയിലുണ്ട്. പ്രതിയായിട്ടും കർത്താവ് 2 പേരും ഭാര്യ ഭർത്താക്കന്മാരുപാട് അവർ 2 പേരും ഡോക്കിനകത്ത് നിൽപ്പുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും. 2 പേരുടെയും കാര്യം ഈക്വലായിട്ട് ആർഗ്യൂ ചെയ്യാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, യേശു. വേറെ ഒരു വക്കീലും വേണ്ട ഇവിടെ, വേറെ ഒരൊറ്റ ആൾ വേണ്ട, യേശു മാത്രം.
ആ യേശു വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എന്തൊരു അതൊരു മനോഹര കാഴ്ചയല്ലേ. യേശുവാണ് ഏറ്റെടുത്തെങ്കിൽ പേടിക്കണ്ടല്ലോ. യേശുവാണ് ഈ രോഗകാരി ഏറ്റെടുത്തെങ്കിൽ പേടിക്കണ്ടല്ലോ. എങ്ങനെ പോയാലും ജീവനല്ലേ. യേശുവാണ് എൻ്റെ ശാപം മാറ്റിയെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കുന്നത്? അങ്ങനെ ഒരു ഉത്തമനായ ദൈവം എനിക്കുള്ളതിനാൽ എന്നിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് ഞങ്ങളെ പഠിപ്പിക്കണം. നാഥൻ്റെ ശബ്ദം കേൾക്കുന്നവരായി മാറണം, അതനുസരിക്കുന്നവരായി മാറണം. പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ദിനംപ്രതി അനുഗ്രഹിക്കുന്നത് കണ്ടുകൊണ്ട് അതിൽ സന്തോഷിക്കാനുള്ളത്. അല്പത്തിൽ വിശ്വസ്തൻ, അധികത്തിൽ വിചാരകന്, ചെറിയ കാര്യത്തിലും നന്ദിയുള്ളവരാക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.